റേമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ള സഹവൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാദർ അഖിൽ പത്തിൽ VC, ഫാദർ ജോബിൻ പുതുപ്പറമ്പിൽ VC, ഫാദർ ജോസ് തയ്യിൽ VC, ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പിലുമാക്കൽ VC. ഈ ഒരാഴ്ച ഏറെ പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ധ്യാനവിചിന്തനം എന്നോണം കരുതുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. ദേവാലയ ശുദ്ധീകരണം. ആദ്യമേ തന്നെ ഈ തിരുവചന ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറ് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമില്ലായിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അവൻ അറിഞ്ഞിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വിചിന്തനത്തിനായിട്ട് കരുതുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിപ്പോകാറുണ്ട്, ഈ തിരുവചന ഭാഗം, അതിൻ്റെ ആദ്യ ഭാഗം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പരാമർശിക്കപ്പെടുന്ന ഒരു തിരുവചന ഭാഗമാണ്. പ്രത്യേകിച്ച് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് വേണേൽ പറയാം. ഈശോ പോലും ചാട്ടവാർ എടുത്തല്ലോ, നീ നമ്മളും ചാട്ടവാർ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലെ. പക്ഷെ ഈ ചാട്ടവാർ എടുത്ത ഈശോയെ, അതോടൊപ്പം തന്നെ കുരിശു ചുമന്ന ഈശോയെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചാട്ടവാർ എടുത്ത് പ്രതികരിച്ച ഒരു ഈശോയെ മാത്രം, പ്രത്യേകിച്ച് യൂട്യൂബിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ ഇനിയും പ്രതികരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം എടുത്തിട്ടേ ഉള്ളൂ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ അവൻ എന്തിനു ചാട്ട എടുത്തു എന്ന് പറയണം, എന്താ ചെയ്തതെന്നും കൂടി പറയണം. ചാട്ടവാർ എടുത്ത് എല്ലാവരും അടിച്ചോടിച്ച കഥ നമ്മൾ കാണുന്നില്ല. ചാട്ടവാറ കരങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരാൾ ഉപദ്രവിച്ചതായി ചിലവര് അത് വ്യാഖ്യാനിക്കുന്ന ചാട്ടവാർ എടുത്ത് അച്ഛന്മാരെയൊക്കെ അടിച്ചു ഓടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതെന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ 4 സുവിശേഷങ്ങളിലും ഇതുണ്ട്. തീർച്ചയായിട്ടും സമാന്തര സുവിശേഷങ്ങളിലുണ്ട്, ഈ ഒരു സുവിശേഷത്തിലുണ്ട്. പക്ഷെ സമാന്തര സുവിശേഷങ്ങളില് അവസാനത്തേക്കാണ്. ഈശോയുടെ ജെറൂസലം പ്രവേശനത്തിന് തൊട്ടു മുമ്പാണ് ഈ ഒരു ഭാഗം കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ യോഹന്നാൻ ഇത് കൊണ്ട് ആദ്യമേ വെച്ചു. അതെന്തായിരിക്കും കാര്യം? യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം, ആഴമായ ഒരു ദൈവചിന്തയുള്ളതാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു തീം എന്താന്ന് പറയുന്നത് ഉണ്ട്. അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള ഒരു തീമുണ്ട്. അതോടൊപ്പം ഒരു തീം എന്താ വെച്ചാൽ ഇവനാണ് കുഞ്ഞാട് തീം, ഒരു മെയിൻ ഒരു തീമാണ്. അതായത് ഇവനാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ഇവനാണ് ബലിയർപ്പിക്കപ്പെടേണ്ടവൻ എന്നുള്ള ഒരു തീമും കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പം ഇവനാണ് മിശിഹ എന്ന ഒരു തീം യോഹന്നാൻ ഊന്നി പറയുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ആദ്യം വെച്ചത് എന്നുള്ളത്, യഹൂദരുടെ ഇടയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മിശിഹ വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കും. അപ്പൊ മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന 1-2-3 കാര്യങ്ങളാണ്. ഒന്ന്, വീനിന്റെ സമൃദ്ധി. അപ്പൊ എന്താ, കാനായിലെ കല്യാണ വിരുന്ന്, വീന് അത്ഭുതം നടന്നു. അത് മറ്റു സുവിശേഷങ്ങളിലൊന്നുമില്ല. അപ്പൊ ഇവിടെയാണ്. അപ്പൊ വീന് സമൃദ്ധമായ, അപ്പൊ വീനിന്റെ സമൃദ്ധി. രണ്ടാമത്, ഈ യഹൂദർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്, അവർക്ക് മന്ന നിന്നുപോയി. പഴയ നിയമത്തിൽ മന്ന നിന്നു, മന്ന ഉണ്ടാവും, മന്ന വീണ്ടും. അവിടെയാണ് യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ തന്നെ കൊണ്ടുപോയി അപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മന്ന. പിന്നെ 3-ാമത്തെ ഒരിതാണ്, ഇവൻ
ഇതിന്റെ സാന്നിധ്യം എവിടെയാണ് അനുഭവപ്പെടുന്നത്? ദേവാലയത്തിലാണ്. അപ്പൊ ഇവൻ ദേവാലയത്തിലേക്കാണ് വരുന്നത്. ദേവാലയത്തിലാണ് മിശിഹായുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇത് ആദ്യമേ കൊണ്ടുപോയി ദേവാലയ ശുദ്ധീകരണം ആദ്യമേ വെച്ചിരിക്കുന്നതെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ അവൻ ദേവാലയത്തിലാണ് കാണുന്നത്. ഇനി അവൻ ചാട്ടയെടുത്തതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ചിന്തിക്കുക. എന്താണ് ചാട്ടയെടുത്തത്? എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ അവരെ അടിച്ചോടിക്കുവാണോ? എന്താണ്? അപ്പൊ നമ്മൾ ആ ഒരു പശ്ചാത്തലം ഒന്നും കൂടി, ഇതെന്താണ് അവിടെ ഈ കച്ചവടം നടന്നതിനെ കുറിച്ചൊക്കെ എന്ന് പറയുന്നത് നല്ലതായിരിക്കാം. എന്താണ് ഈ കച്ചവടം അവിടെ നടക്കുന്നതിന് അച്ഛന്മാർക്ക്? കച്ചവടം എന്താണ്? ഞാൻ കച്ചവടത്തിലേക്ക് ഞാൻ ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ആസ്പെക്റ്റും കൂടെ നമുക്കൊന്ന്, അച്ഛൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു, സമാന്തര സുവിശേഷങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ട് ദൈവശാസ്ത്രന്മാരുടെ ഇടയിൽ ഏതിനായിരിക്കും നമുക്ക് ഏതായിരിക്കും കറക്റ്റ് കൂടുതൽ? ഈ സമാന്തര സുവിശേഷങ്ങൾ എല്ലാവരും ഒരു വൺ ടൈം ജേർണിയാണ് ഈശോയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഈശോ ഒരു തവണ ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്തു, അതുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈശോ ജെറുസലേം ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈശോ ഒരു കാഴ്ചക്കാരനെ പോലെയാണ് അവിടെ ചുറ്റി നടക്കുന്നത്. അവൻ ദേവാലയത്തിലെ ഭംഗി കാണുന്നു, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നു, തിരിച്ചു വീണ്ടും മടങ്ങിപ്പോകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് നമുക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു കാര്യമാണ്. ഗുരു എന്ന രീതിയിൽ 30-ാമത്തെ വയസ്സിൽ ഒരു ഗുരുവിന്റെ പരിവേഷം കെട്ടി ആദ്യമേ തന്നെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകണം ഈശോ. അതുകൊണ്ട് തന്നെ ഇത് സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. ക്രോണോളജിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് അതിന്റെ ഓർഡർ നോക്കിയിട്ടുണ്ടെങ്കിൽ, ക്രമം നോക്കിയിട്ടുണ്ടെങ്കിൽ, 30-ാമത്തെ വയസ്സിൽ ഈശോ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അന്നൊരു ഗുരുവാണ്, ശിഷ്യന്മാരുടെ ഒരു സമൂഹം കൂട്ടത്തിലുണ്ട്. ആ ഗുരുവിന്റെ സ്ഥാനം അണിഞ്ഞ് ആ ദേവാലയത്തിന് നടുക്കളത്തിൽ നിൽക്കുമ്പോൾ ഈശോ ഒരു തീരുമാനം എടുക്കുകയാണ്. അവിടെയുള്ള കുറെ കച്ചവടം, അവിടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആണ്. എടുത്തെറിഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. 1 കാള, 2 ആട്, 3 നാണയം മാറ്റുന്നത്, ഏറ്റവും അവസാനം പ്രാവുകള്. ഇത് 4 ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാട്ടോ. ഇത് 4 ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ 3 മൃഗങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. കാള, ആട്, പ്രാവ്, ഇതെല്ലാം ബലിമൃഗങ്ങളാണ്. ഈ ബലിമൃഗങ്ങളാണ് ഇവിടെ നിന്ന് എടുത്തു മാറ്റപ്പെടേണ്ടത്. ഈ ബലിമൃഗങ്ങളെ മാറ്റാൻ വേണ്ടിയാണ് ഈ നാണയമാറ്റക്കാർ അവിടെ ഇരിക്കുന്നത്. ആ നാണയം, ഹെബ്രായ നാണയം തന്നെ കൊടുത്ത് ഇതിനെ മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ചുറ്റളവിലുള്ള കാര്യങ്ങളെ മാത്രമാണ് ഈശോ പുറത്താക്കുന്നത്. വേറെ ഒന്നിനെയും ഈശോ തടസ്സപ്പെടുത്തുന്നില്ല. അത് ഈശോയുടെ നയമാണ് വ്യക്തം. അതാണ് അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു തിയോളജിക്കൽ പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഈശോ ആരാണെന്ന് കാണിച്ചു തരാൻ. സാക്രിഫിഷ്യൽ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അത് മറ്റു ബലിവസ്തുക്കൾക്ക് അവിടെ വലിയൊരു പ്രാധാന്യമില്ല. ഈശോ അത് സ്ഥാപിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലിവസ്തുക്കൾ നീക്കപ്പെടേണ്ട സമയമായി. ജെറുസലേം ദേവാലയത്തിൽ നിന്നും ഈ കാളയുടെയും ആടിന്റെയും പ്രാവിന്റെയും രക്തം ഇനി ഇവിടെ ചിന്തപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് ഇസ്രായേലിന് വേണ്ട സാക്രിഫിഷ്യൽ ലാമ്പ് ഇപ്പോൾ ഇതാ അവിടെ നിൽപ്പുണ്ട്, ദേവാലയത്തിൽ വന്ന് സാന്നിധ്യം അറിയിച്ചു. അത് 30-ാമത്തെ വയസ്സിൽ ഈശോ സമയം ആയി എന്ന് പരിശുദ്ധ അമ്മ അതിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്. നിന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്തിന്റെ ചക്രത്തിലേക്ക്, രക്ഷാകര ദൗത്യത്തിലേക്ക് ഈശോയെ കൈപിടിച്ച് നടത്തുമ്പോൾ തൊട്ട് പിന്നീട് ഈശോയ്ക്ക് സമയമായി. പിന്നെ ഈശോ ഐഡന്റിഫൈ ചെയ്യുന്നത് രക്ഷാകര പദ്ധതിയിൽ ഒരു സാക്രിഫിഷ്യൽ ലാമ്പുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ എന്തിന് ചാട്ടവാറെടുത്തു, എന്തിന് ഈശോ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തിനെ മാറ്റിയെന്ന് ചിന്തിക്കണം. ഈശോ അവിടെ ഈശോയെ തന്നെ സ്ഥാനപ്പെടുത്തുകയാണ്. ദേവാലയ ക്രമത്തിൽ ഈശോയുടെ സ്ഥാനം എന്താ? ഒരു ബലിമൃഗമാണ്. ഈശോ രക്തം ചിന്തപ്പെടേണ്ടതാണ് എന്ന് ഈശോ വ്യക്തതയോടും സ്പഷ്ടമായിട്ടും അവിടെ, അതായത് ആരാധന ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. ഇതുവരെ ഉള്ളത് മൃഗങ്ങളുടെ ഇല്ലായിരുന്നു. മൃഗങ്ങളെ ബലി കൊടുത്ത് ആരാധന ദൈവത്തിന് കൊടുക്കുന്നു. പക്ഷെ ഇനി അതല്ല, ആരാധന അടുത്തൊരു തല, അതായത് ഇവനെയാണ് ആരാധിക്കേണ്ടത്. ഇവനാണ്. പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ഈ ശരിക്കും നമ്മൾ ഇത് ഈശോ ഒരു പുതിയ, അച്ഛൻ പറഞ്ഞത് ഒരു പുതിയ പഠനം ദൈവത്തെ കുറിച്ച് തന്നെ നൽകുകയാണ്. ചിലപ്പോൾ മിക്കരും വിചാരിക്കുന്നത് ഇവരെല്ലാം കൂടെ പള്ളി കയറി അലമ്പുണ്ടാക്കി ചാട്ടവാറെടുത്ത് പുറത്താക്കി എന്നിട്ട് പുതിയ പഠനം കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും അച്ഛൻ പറഞ്ഞ കേട്ടപ്പോഴാണ് എനിക്കും കൂടെ കുറച്ചുകൂടെ ബോധ്യമായത്. സാക്രിഫിസ് അന്ന് ബലി നടത്തിക്കൊണ്ടിരുന്ന മൃഗങ്ങളെല്ലാം മാറ്റിയിട്ട് ഈശോ കൃത്യം പറഞ്ഞു 21-ാം തീയതി, എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന അലൈവയെ പറ്റിയാണെന്ന് പറഞ്ഞത്. തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനുള്ള ഈശോയുടെ ഒരു സന്നദ്ധതയാണ് അവിടെ വെളിപ്പെടുത്തിയത്. ഇതിനോടൊപ്പം എനിക്ക് തോന്നുന്നു സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത് യഥാർത്ഥ ആരാധന എന്താണ് എന്നുള്ളത്. അതായത് ഈ മലമുകളിലൊന്നും അല്ല ഇനി ആരാധന വേണ്ടത്, സത്യത്തിലും ഉള്ള ആരാധന, സത്യത്തിലും അതോടൊപ്പം തന്നെ അരൂപിയിലുമുള്ള ആരാധനയെ കുറിച്ച്, അതെല്ലാം ഇതിനോട് ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അത് ഇനിയിപ്പോ നമ്മള് ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നതിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനെ കുറച്ചുകൂടെ നമുക്കൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇങ്ങനെ കുറെയൊക്കെ ബലിമൃഗങ്ങൾ കാണും അല്ലെ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പല ആരാധനാ മൂർത്തികൾ പലതാണ്.
കർത്താവ് അത് മൊത്തത്തിലൊരു തകിടം മറിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ശരീരം എന്ന ആലയത്തെ ഒന്ന് മൊത്തത്തിലൊന്ന് വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇപ്പോ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലല്ല, പക്ഷെ സമാന്തര സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 സമാന്തര സുവിശേഷങ്ങളിലും ഹോസാന വിളികൾക്ക് ശേഷം ദേവാലയത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഹോസാന വിളിക്കുന്നു. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ ഈശോ പോയി ദേവാലയത്തിൽ ചെന്ന് കണ്ട് അതിനുശേഷം അന്ന് തിരിച്ചു പോകുന്നു, പിന്നീട് ഒരു ദിവസം വീണ്ടും വരുന്നു. അങ്ങനെയാണ് നമ്മൾ ദേവാലയ ശുദ്ധീകരണം നടക്കുന്നത്. അപ്പം ഓരോ ഹോസാന വിളികൾക്ക് ശേഷം ദേവാലയത്തിലേക്കാണ്. അപ്പൊ ഞാനിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഹോസാന എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ചിന്ത വരുന്നത് ആ ഒരു ജനക്കൂട്ടത്തെ രക്ഷിക്കണമെങ്കിൽ ദേവാലയത്തിലോട്ടല്ല ഈശോ പോകേണ്ടത്. പീലാത്തോസിന്റെ അരമനയിലോട്ട് പോയിട്ട് പുള്ളീനെ നമ്മൾ തകർത്തിട്ട് ജനങ്ങളെ രക്ഷിക്കുക, അല്ലെങ്കിൽ അധികാരത്തെ തകർത്തിട്ട് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് രക്ഷകനായ ഈശോയെ ഹോസാന വിളിച്ചിട്ട് അവർ സ്വീകരിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ. പക്ഷെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഈശോ വിളിക്കുമ്പോൾ പീലാത്തോസിന്റെ അരമനയിലേക്കോ അല്ലെങ്കിൽ ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്കോ എന്നതിനപ്പുറത്തേക്ക് ഈശോ പ്രവേശിക്കുന്നത് ദേവാലയത്തിലേക്കാണ്. അപ്പൊ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, നമ്മുടെ രക്ഷ ആത്യന്തികമായിട്ട് വരുന്നത് ദൈവാരാധനയിൽ നിന്നാണ്. അപ്പൊ അവിടെ ചില ക്ലീനിങ്ങുകൾ ആവശ്യമുണ്ട്. അപ്പോ ഓരോ ദേവാലയങ്ങളിൽ നിന്നും സ്തുതി ഉയരണം, ഹോസാന വിളികൾ ഉയരണം. ആ ഓരോ ദേവാലയം ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടെ ഉണ്ട്, ഒരു കൗതുകം കൂടെ ഉണ്ട്. ഇതെല്ലാം 3 അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അച്ഛൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ദേവാലയം, പീലാത്തോസിന്റെ അരമന, ഹെറോദോസിന്റെ കൊട്ടാരം, ഇത് 3 അടുത്തടുത്താണ്. അതെ. അപ്പോൾ ഈശോയ്ക്ക് എങ്ങോട്ട് വേണേലും ദിശ തിരിക്കാമായിരുന്നു. ഇവരുടെ പശ്ചാത്തലത്തിലാണ്, ദൂരം തുല്യമാണില്ല. ഇവര് പ്രതീക്ഷിച്ചത് കൊട്ടാരത്തിലേക്ക് ഇവരെ രക്ഷിക്കുമെന്നാണ്. പക്ഷെ അവരുടെ കൺസെപ്റ്റ് എല്ലാം മാറ്റിക്കൊണ്ട് അച്ഛൻ പറയുമ്പോഴല്ല ആ പോസിബിലിറ്റി ഏറ്റവും നിയറസ്റ്റ് പോസിബിലിറ്റി ഈശോയ്ക്ക് എങ്ങോട്ട് വേണേ തിരിയാമായിരുന്നു രക്ഷിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ദേവാലയത്തിലേക്ക് പോകുന്ന അതേ ദൂരം തന്നെ പീലാത്തോസിന്റെ അരമനയിലേക്കുള്ളൂ, അതേ ദൂരം തന്നെ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്കുള്ളൂ. നമുക്കറിയാം ഈശോയുടെ മരണത്തിന്റെ സമയത്ത് ഈ 3 സ്ഥലങ്ങൾ ഈശോ സന്ദർശിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. എന്ന് വെച്ചാൽ വളരെ ഇമ്മീഡിയറ്റ് ഡിസ്റ്റൻസിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈശോയ്ക്ക് എങ്ങോട്ട് വേണേലും തിരിയാമായിരുന്നു. ആ ഒരു ഓപ്ഷനിലാണ് ഈശോ ഈ ഓപ്ഷൻ ദേവാലയം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് കർത്താവ് കാണിക്കുന്നത് ദേവാലയത്തിൽ നിന്നാണ് രക്ഷ. ദേവാലയത്തിൽ നിന്നും സ്തുതികൾ ഉയരണം, ഹോസാന വിളികൾ ഉയരണം, ആ ദേവാലയം ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെയാണ് രക്ഷ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതവും ശുദ്ധീകരിക്കപ്പെടേണ്ടതും വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയുടെ ഒരു പ്രാധാന്യമൊക്കെ ഒരു പക്ഷേ ഈ ഒരു വചന വിചിന്തനവുമായിട്ട് ചേർത്ത് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. കൗദാശിക ജീവിതം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്ന് പലരും പല പ്രോബ്ലങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ മറ്റു പല മാർഗങ്ങളും നോക്കുന്നു. ഈ കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, ഓക്കെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, കൗൺസിലിംഗ് കാര്യങ്ങൾ, നല്ല കാര്യം, പോകണ്ടെന്നല്ല അത് നമ്മൾ, പക്ഷെ കൂദാശകൾ മാറ്റി വെച്ചുകൊണ്ടുള്ള ഏതൊരു കാര്യത്തിനും കർത്താവെ ഒന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ആദ്യം നിങ്ങളുടെ ദേവാലയം എത്രമാത്രം വൃത്തിയുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നതിന് മുമ്പ് എപ്പോഴും നമ്മുടെ ശരീരമാകുന്ന ദൈവം വസിക്കുന്ന ഒരു ആലയം, ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ വരുന്ന ബോധ്യത്തോടുകൂടി നമ്മൾ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലൂടെ കടത്തി വിടണം എന്ന് കർത്താവിന്റെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. തീർച്ചയായിട്ടും ആ പ്രാധാന്യം നമ്മൾ അത് കൂടുതൽ ഊന്നലോടുകൂടി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ കുദാശകള് പറയാനുള്ള ഒരു പശ്ചാത്തലം, ഈ കാലയളവിലൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് പേര് കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതലും ഈ മുതിർന്ന തലമുറയാണ് കടന്നു വരുന്നത്. ഇളം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ നിയോഗമായിട്ട് കടന്നു വന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് മക്കള് 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം, നല്ല പരീക്ഷ എഴുതണം, നല്ല റിസൾട്ട് കിട്ടണം. നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പനും അമ്മയും വന്നു, ഈ പറയുന്ന മകൻ അവനെവിടെ? അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്ന മക്കൾക്കൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെവിടെയാ, ദേവാലയത്തിലാണോ എന്നതാണ് ചോദ്യം. അതാണ് ചോദിക്കുന്നത്. നമ്മള് ഇപ്പോൾ ഈ കച്ചവട മനോഭാവം ശരിക്കും വരുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ്. ഞാൻ ദൈവത്തെയും ദേവാലയത്തെയും കാണുന്നത് എൻ്റെ നിയോഗങ്ങൾ സാഫല്യമാക്കുന്ന എന്തോ ഒരു സ്ഥലമായിട്ടാണ്. ദൈവത്തെ ഒരു കച്ചവടക്കാരനാണ്. ഞാൻ 10 രൂപ എറിഞ്ഞു കഴിയുമ്പോൾ ദൈവം എനിക്ക് അതിനുള്ള തത്തുല്യമായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ 1 മണിക്കൂർ ഇരുന്ന് ആരാധിച്ചു, എനിക്ക് വേണ്ട അനുഗ്രഹം അപ്പുറത്ത് കിട്ടുന്നു എന്നുള്ള ഒരു കച്ചവട മനോഭാവം ഇപ്പം വന്നിരിക്കുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ്. അങ്ങനെ ദൈവത്തെ ഒരു കച്ചവടക്കാരനാണ്. ഞാൻ 10 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, ഇത്രയും രൂപ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ രൂപ കൊടുത്തതിന്റെ പേരിൽ നാളെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, ബെനിഫിറ്റ് ഉണ്ടാകുന്നു. അതല്ല ശരിക്കും പറഞ്ഞ ദൈവമായിട്ടുള്ള ബന്ധം. നമ്മളിപ്പോൾ സംഭവിച്ചിരിക്കുന്ന, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന തലമുറ ദേവാലയത്തിലുണ്ട്, അവരിന്നും ദേവാലയത്തിലുണ്ട്. അവര് വന്നിട്ടാണ് ഇളം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ. പക്ഷേ ഈ മുതിർന്ന തലമുറയുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഈ ഇളം തലമുറ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള ഉത്തരവാദിത്വം.
അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അവർക്ക് ജോലി കിട്ടുന്നതല്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതല്ല, അവർ ദേവാലയത്തിലായിരിക്കുന്നതും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അവരെപ്പോഴും ദൈവവുമായിട്ടുള്ള കണക്ഷനില്ല, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവാരാധനയിൽ ഈശോ ആയിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പക്ഷെ നമ്മൾ ഇന്ന് കൂട്ടിച്ചേർക്കലിന്റെ പിന്നാലെയാണ് പോകുന്നത്, ഈ പ്രാധാന്യം അർഹിക്കുന്നതിനെ നഷ്ടപ്പെടുത്തി. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്, അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് കുറച്ചുപേരെ ഈശോയിൽ വിശ്വസിച്ചു. പക്ഷെ ഈശോ പറയാണ്, പക്ഷെ അവൻ അവരെ വിശ്വസിച്ചില്ല. അതാണ് കൃത്യം പറയുന്നത്, അവരെ വിശ്വസിച്ചില്ല. കാരണം അത് തന്നെ അവര് ദൈവത്തിന് അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി മാത്രം വരുന്നു, അടയാളം കണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു. ഇതേ ജനം തന്നെയാണ് അവനെ ക്രൂശിക്കുക എന്നും പറഞ്ഞത്. കാരണം അവനെ കുരിശ് കണ്ടപ്പോൾ അവനെ ഇവിടെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവൻ അവരെ വിശ്വസിച്ചില്ല. കാരണം ഈശോയ്ക്ക് അറിയാം നാളെ അവർ ഇവരെ തിരിച്ച് കുറ്റപ്പെടുത്തി പറയും അല്ലെങ്കിൽ ക്രൂശിക്കുക എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞോട് ചേർത്ത് തന്നെ ഏതൊക്കെ അവസ്ഥയുടെ കടന്നു പോയാലും കുരിശിനെ സ്നേഹിക്കാൻ ക്രിസ്ത്യാനി പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് സാഹചര്യത്തിലും ഈശോയെ തള്ളിപ്പറയാതെ ഈശോയെ സ്വീകരിക്കാനായിട്ട് പഠിക്കും. അതൊരു കുറേ കൂടെ ഒരു സഭയും കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ തുടക്കത്തിൽ തന്നെ ഈ കൗദാശികമായ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാര, വിശുദ്ധ കുർബാന, ഈ രണ്ട് കൂദാശകളിൽ ഊന്നി ഒരു കത്തോലിക്ക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന ആലയം പരിശുദ്ധമാണോ എന്നൊരു കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാർത്ഥനകൾക്ക് മുമ്പും അല്ലെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനകൾക്ക് മുമ്പും നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കാനും അതിനകത്തുള്ള കച്ചവടങ്ങൾ ഏതൊക്കെയാണോ അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതൊരു പുതിയ തലമുറ മാതാപിതാക്കന്മാരാണെങ്കിലും മക്കളെ ആ ഒരു മേഖലയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ യൗവനത്തിലെ നടക്കേണ്ട വഴി ശീലിപ്പിക്കുക. വാർദ്ധക്യത്തിൽ അവർ അതിൽ നിന്ന് വ്യതിരിച്ചു പോകില്ല എന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ യൗവനത്തിലെ ഈ വിശുദ്ധ കൂദാശകളോട് സഭയാണെങ്കിലും ഈ കൂദാശകളിലേക്ക് കുറേയും കൂടെ അടുപ്പിച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കുമ്പസാരം എന്ന കൂദാശ അത്രമാത്രം നമ്മൾ കുറേയും കൂടെ ഒരു പ്രാധാന്യത്തോടു കൂടി കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത് അത് നടന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സഭയാകുന്ന പല ദേവാലയ ശുദ്ധീകരണം പറയുമ്പോൾ അതിന്റെ ഇച്ചിരോട് കോറിലേക്ക് പോകുന്നത് ഇച്ചിരോട് ഉചിതമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഹിക സഭ, ആ ഗാർഹിക സഭയിലുള്ള ഒരു പഠനം, അതെങ്ങനെയാ ഒരു കുട്ടി ഫോം ചെയ്യപ്പെടുന്നത്, നമുക്ക് അതും പഴയ തലമുറയിലേക്ക് പോകുന്ന ഉചിതമാണ്. പണ്ട് ബേസിക് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു മനോഭാവം, ഈ കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ, അത് കൃത്യസമയത്ത് ആരംഭിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന, വേറെ എന്ത് തിരക്ക് വന്നാലും 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ദേവാലയത്ത് മണി മുഴങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷമുള്ള എന്ത് കച്ചവടം അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നത് ചോർന്നു പോയിട്ടുണ്ടോ? കാരണം അതിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു കാറ്റഗിസം ഉണ്ട്, അത് നമ്മൾ പറയാതെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു കാറ്റഗിസം ഉണ്ട്. ഇതിന് ഇത്രേ ഉള്ളൂ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന സമയം മാറ്റുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതാകുമ്പോൾ. അതുകൊണ്ടാണ് കാറ്റഗിസം ക്ലാസ്സിലേക്ക് ചിലപ്പോൾ പിള്ളേർ വരുമ്പോൾ, കാരണം ഇതും ഈ ഒരു പാഠഭാഗം മനസ്സിലിട്ടുകൊണ്ടാണ് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റാൻ നോക്കുന്ന ഏതാ? ഓക്കെ, നമുക്ക് ഇന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാതെ വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആദ്യം മാറ്റുന്നത് ടൈം ടേബിളിൽ ആ പ്രാർത്ഥന മാറ്റി വെച്ചേക്കാം, അതിന്റെ സമയം ഇച്ചിരി നീട്ടി വെച്ചേക്കാം. കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എന്റെ അപ്പനും അമ്മയും എന്നെ സ്കൂളിൽ വിടാൻ കാണിക്കുന്ന തീഷ്ണത വേദപാഠത്തിൽ വിടാനില്ല എന്ന് ഉള്ള ആ മനോഭാവം കണ്ടു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇപ്പം സ്കൂളിൽ എത്രത്തോളം ഒരു പേരന്റ് സ്ട്രിക്റ്റ് ആയിരിക്കുന്നോ ആ സ്ട്രിക്ട്നെസ് ഒരു വേദപാഠ ക്ലാസ്സിലേക്ക് ഒരു കൊച്ചിനെ വിടുന്നതും അവന്റെ മാർക്ക് അവിടെ നിന്ന് വരുന്നതിനകത്ത് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഒരു ബോധ്യം ഉണ്ടാകാൻ തുടങ്ങും അന്ന് മോൾക്ക് ഇത് സംതിങ് ഇമ്പോർട്ടന്റ് ആണെന്ന്. ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. ഇപ്പം ഒരാഴ്ച വേദപാഠ ക്ലാസ് പോയില്ലെങ്കിൽ അത് സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച പോകാം എന്ന് പറയുന്ന ഒരു മനോഭാവം വന്നാൽ തീർച്ചയായിട്ടും കൊച്ചു മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഇതിന്റെ ഇമ്പോർട്ടൻസ് അത് നമ്മള് പറയാതെ തന്നെ പറഞ്ഞു വെക്കും, ഒരു കൊച്ചിത് പഠിച്ചോളൂ. അപ്പൊ അത് ഓരോ സഭകളിലെ വിശദീകരണവും നമ്മൾ നോക്കി വരേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഗാർഹിക സഭ, അതുപോലെ തന്നെ ഇടവക എന്ന ഒരു സഭാ സമൂഹം, അപ്പൊ എല്ലാ മേഖലകളിലും കത്തോലിക്ക സഭ ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം. അച്ഛൻ തീക്ഷ്ണതയെ കുറിച്ച് പറഞ്ഞു, ഈ നമ്മളിന്ന് വായിച്ചു കേട്ടത് തന്നെയാണ്, അതായത് ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ഈ ഈശോയെ കുറിച്ച് പറയാനുള്ള തീക്ഷ്ണതയുണ്ടോ? മാതാപിതാക്കൾക്കും മക്കളോട് ദൈവത്തെ കുറിച്ച് പറയാനുള്ള തീക്ഷ്ണതയുണ്ടോ? ഓക്കെ, സ്കൂളിൽ വിടാനുള്ള തീക്ഷ്ണതയുണ്ട്, അവൻ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള തീക്ഷ്ണതയുണ്ട്, അവൻ സ്കൂളിൽ മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ തല്ലാനുള്ള തീക്ഷ്ണതയുണ്ട്, അവനെ നിർബന്ധിച്ച് പഠിപ്പിക്കുക എന്നുള്ള തീക്ഷ്ണതയുണ്ട്. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള തീക്ഷ്ണതയുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലത്തെ തലമുറയുടെ ഒരു പകുതി വിശ്വാസമേ അതിനുശേഷം വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് എന്റെ വല്യപ്പനും എന്റെ വല്യമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു തീക്ഷ്ണതയുടെ ഒരു പകുതി തീക്ഷ്ണതയാണ് എന്റെ അപ്പനും അമ്മയിലും എനിക്ക് കാണാനായിട്ട് സാധിക്കുക. അതിന്റെ ഒരു പകുതി തീക്ഷ്ണതയൊക്കെ
എന്നിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ ഓരോ തലമുറ ചെല്ലും തോറും ഇങ്ങനെ തീക്ഷ്ണത കുറഞ്ഞു ആശ്രയബോധം ഭയങ്കരമായിട്ട് കുറയാണ്. കാരണം നമ്മൾ പറഞ്ഞ ഈ ഗാർഹിക സഭയാണെങ്കിൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈശോ എന്ന് വിളിക്കാനും കുരിശ് വരയ്ക്കാനും സ്വർഗ്ഗസ്നായതാവ് ചെല്ലാനൊക്കെ പഠിപ്പിച്ചത് ഒരു അച്ഛനും കന്യാസ്ത്രീ അല്ല, അവരുടെ അപ്പനും അമ്മയാണ് അല്ലെ. നമ്മൾ ചെറുപ്പത്തിൽ നീ നോക്കി ഈശോയെ നോക്കി എന്ന് പറഞ്ഞ് വിളിച്ച് കാണിച്ചതും വിശുദ്ധ കുരിശിനെ വരയ്ക്കാൻ പഠിപ്പിച്ചത് എല്ലാം അപ്പനും അമ്മയാണ്. അതിൽ നിന്നാണ് ഒരു കുട്ടിയുടെ വിശ്വാസം വളർന്നു വരുന്നത്. ആ തീക്ഷ്ണത കാര്യം ഇന്ന് ഇപ്പം ചില കുടുംബങ്ങളിലെല്ലാം ഈ കുടുംബ പ്രാർത്ഥന ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളെ തൊട്ട് ഇങ്ങനെ നന്മ എന്ന് പറയുമ്പോൾ സുറോസൻ എല്ലാം പഠിപ്പിച്ചു വരുന്നു, ഇതെല്ലാം വരുന്നു. പക്ഷെ ഇവരൊരു പ്രായമൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 7-8 ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 5-6 ഇന്ന് അപ്പത്തോട്ട് തുടങ്ങാം, ലോകം എന്നുള്ളത് ഇവരെ മറ്റ് പല ആകർഷണങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അവിടെയാണ് ഇന്ന് നമ്മളിപ്പം വായിച്ചു കേട്ടത് ഈശോ യഥാർത്ഥത്തിൽ ആരാധന എന്താണെന്നാ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ കാളയിലോ ഇതിലൊന്നും അല്ല ഇനി ആരാധന ഇരിക്കുന്നത്, എന്റെ ശരീരത്തിലാണ്, എന്റെ ശരീരത്തെയാണ് ആരാധിക്കേണ്ടത്. അപ്പൊ അവന്റെ ശരീരത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അത് എങ്ങനെ ആരാധിക്കണം എന്നുള്ളതും കൃത്യമാണ്. അവനാണ് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നത്. അവൻ എന്തുകൊണ്ട് അവൻ ബലിയായി എന്ന് നമ്മൾ പറയണം. ഈ മക്കളെ നമ്മൾ കാറ്റീസം ക്ലാസ്സിൽ മാത്രമല്ല കുടുംബത്തിലും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ, അത് ആദ്യം മാതാപിതാക്കൾക്ക് ആ ഒരു ബോധ്യം വരണം. ഈ ആരാധന എന്താണ്, വ്യക്തിപരമായ പ്രാർത്ഥന മാത്രം ആരാധന. ഇനി കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുതരം ആരാധനയാണ്. കാര്യം അത് ഒരുമിച്ചിരുന്ന് ഗാർഹിക സഭ എന്നാണല്ലോ പറയുന്നത്. അവർ ഒരുമിച്ചിരുന്ന് ആ ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ സഭയും വീണ്ടും നമ്മൾ കൊണ്ടുവരേണ്ടത്. അതായത് അവന്റെ ശരീരമാണ് ഇനി മുതൽ ആരാധിക്കപ്പെടേണ്ടത്. ഇവിടെ ഒരു അടയാളം പറയുന്നുണ്ട്. അടയാളം എന്താണ്? ഇത് അതായത് എന്റെ ശരീരം നിങ്ങൾ നശിപ്പിക്കുക 3 ദിവസം. യഥാർത്ഥത്തിൽ എന്താണ് അടയാളം? നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം എന്താണ്? അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് പലർക്കും ഈ കുട്ടികൾക്കും ഇത് ഉത്ഥാനം, എന്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു, ഒരു ഉത്തിതനായ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവം. ആ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് മക്കളെ ബോധ്യപ്പെടുത്തണം. ആ ആരാധനയാണ് ഈ പറഞ്ഞ കൗദാശിക കാര്യങ്ങളെല്ലാം. അപ്പോൾ വിശുദ്ധ ബലിയർപ്പണമാണ് ഏറ്റവും വലിയ ആരാധന. ആ വിശുദ്ധ ബലിയർപ്പണം ഏറ്റവും മനോഹരമായി നമ്മൾ ആരാധനയായിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധീകരണം വേണം. അതാണ് കുമ്പസാരം. അപ്പം ഏറ്റവും നല്ല ആരാധന കൊടുക്കും. ഇങ്ങനെ അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും ഈ കൗദാശിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ നമ്മൾ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. ഈ തലമുറ ഇതിനകത്ത് മാതാപിതാക്കൾ ഒരു സ്റ്റെപ്പ് എടുക്കണ്ട. എന്ത്? അവര് ഞായറാഴ്ച ദിവ്യബലി, അവര് കുമ്പസാരിക്കണം. അപ്പൊ മക്കളത് കാണണം. ഇതെന്താണ് ഇവർ ഈ കുമ്പസാരിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് അവരെ കുമ്പസാരിക്കുന്നത്? അത് മക്കള് കണ്ടുപഠിക്കണം, മാതൃക ഉണ്ടാവണം. അങ്ങനെ അത് അടുത്ത തലമുറയിലേക്ക് ഇത് വരുവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത തലമുറ, കാരണം ഗാർഹിക സഭയിൽ ഇത് സംഭവിക്കാതെ അവരുടെ ഉള്ളിൽ ഇതുണ്ടാകാൻ പോകുന്നില്ല. ജസ്റ്റിനച്ചൻ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ആലോചിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ ഇത് കാണുന്ന കുടുംബാംഗങ്ങള് അവർക്ക് ഒരു ദേവാലയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാം ഒറ്റയടിക്ക് മാറ്റി തിരുത്തി ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും പഴയ തലമുറയെ ഓർമ്മിപ്പിച്ച് സന്ധ്യാമണി മുഴക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനാപ്പായി വിരിച്ചിരുന്ന ഒരു തലമുറയുടെ പിന്തുടർച്ചാവകാശക്കാരാണല്ലോ നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഇത് കാണുന്നവർക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളില് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു പറഞ്ഞുറപ്പിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരു സമയം ഉണ്ടാകട്ടെ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു തീരുമാനമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒരുമിച്ച് കുടുംബം ദൈവത്തെ ആരാധിക്കാൻ ഒരു ടൈം ഉണ്ടാവട്ടെ. അത് നല്ലൊരു കാര്യം. അപ്പൊ നമ്മള് ഈ ഒരാഴ്ച പറയാൻ വിചാരിച്ചതും നമ്മൾ പറഞ്ഞു വരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതുമായ കാര്യം, ഈശോ ചാട്ടയെടുത്തത് ആരെയും ഉപദ്രവിക്കാനല്ല. ദേവാലയ ശുദ്ധീകരണം എന്നുകൊണ്ട് ഈശോ ഉദ്ദേശിച്ചത്, ആ ചാട്ടയെടുത്തത് ഇനി മുതൽ പ്രാവുകളുടെയോ അല്ലെങ്കിൽ കാളകളെയോ അല്ല ബലിയർപ്പിക്കേണ്ടത്, ഞാനാണ് ബലിവസ്തു, ആരാധന എന്നിൽ കേന്ദ്രീകൃതമാവും. അതാണ് യഥാർത്ഥ ആരാധന. നമ്മളും ഈ ഒരു വചനവിചിന്തനത്തിലൂടെ പോയപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, യഥാർത്ഥ ആരാധന എന്താണ്? ഇത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിന്റെ ശരീരത്തെ ആരാധിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭയാണെന്ന്. സഭയിലാണ് ആരാധന വരേണ്ടത്. അവിടെയാണ് കൗദാശിക ജീവിതം. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന അതൊരു ആരാധനയാണ്. അതോടൊപ്പം വിശുദ്ധ ബലിയർപ്പണം. നമുക്ക് ഈ ഒരാഴ്ച ഒരു തീരുമാനമെടുക്കാം. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിലെ ഇളയ തലമുറകൾക്ക് ഈ ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുക, ദൈവാരാധന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.